നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ ഒരു വാർ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ ഗ്ലോബലി കുറേ സ്റ്റോക്ക് മാർക്കറ്റുകളും നല്ല രീതിയിൽ ഒരു കറക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറക്ഷനിൽ അല്ലെങ്കിൽ ചിലർ തന്നെ ക്രാഷ് എന്നും വിളിക്കുന്നുണ്ടാവും. ഈ ഒരു കറക്ഷനിൽ കുറേ അധികം ആൾക്കാരുടെ പോർട്ട്ഫോളിയോ നല്ലപോലെ ലോസിലേക്കും പോയിട്ടുണ്ട്. ഇനി അതേസമയം പ്രോഫിറ്റിലുണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ പ്രോഫിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പേര് പാനിക്കായിട്ട് കുറച്ച് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന്. ശരിക്കും ഞാനിത് കുറച്ച് മുമ്പേ ചെയ്യേണ്ട വീഡിയോ ആണ്. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ വാറുകൾ, അതുമാതിരി കോൺഫ്ലിക്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ പാൻഡമിക്കുകൾ, അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസ്, ഇങ്ങനത്തെ കുറേ അധികം എന്താ പറയുക എക്കണോമീനെ എഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ബാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ വാർ പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പും കുറേ അധികം ഇൻസ്റ്റൻസസ് അല്ലെങ്കിൽ കുറേ അധികം സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2008 ഒരു സിറ്റുവേഷൻ എടുക്കാം. ഇപ്പോൾ ഇവിടെ ലേമാൻ ബ്രദേഴ്സ് കൊളാപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അമേരിക്കയിൽ നടന്നുള്ള ഒരു വലിയ ഫിനാൻഷ്യൽ ഫ്രോഡാണ്. അപ്പോൾ ഇത് നടക്കുമ്പോൾ വളരെ വലിയൊരു ക്രാഷാണ് നമ്മുടെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഓവറോൾ ഓൾ ദ വേൾഡ് നല്ല രീതിയിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിഫ്റ്റി 21 ദിവസം കൊണ്ട്, അതായത് 3 ആഴ്ച കൊണ്ട് 40% ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് വിത്തിൻ 3 വീക്സ് 40% നിഫ്റ്റി ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം വെറും 14 മാസങ്ങൾക്ക് അപ്പുറം നിഫ്റ്റി 100% അവിടെ നിന്ന് തിരിച്ചു കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക, ജസ്റ്റ് 14 മാസം കൊണ്ട് ആ വീണ 40% റിക്കവർ ചെയ്ത് 100% നിഫ്റ്റി കയറിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് വീണ്ടും കുറച്ച് വർഷങ്ങളും കൂടി പിന്നിലേക്ക് പോയിട്ട് വേറൊരു കാര്യം കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2001 വർഷം. നിങ്ങൾ 9/11 അറ്റാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ടെററിസ്റ്റുകൾ അമേരിക്കയിലുള്ള ട്വിൻ ടവേഴ്സിലേക്ക് വിമാനം ഇടിച്ചു കയറ്റി കുറേ ആൾക്കാർ മരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ വീണ്ടും നിഫ്റ്റി ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 15% നിഫ്റ്റി കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും 15% കറക്റ്റ് ചെയ്ത നിഫ്റ്റി പിന്നീട് അതിനുശേഷമുള്ള 3 മാസങ്ങൾക്കുള്ളിൽ നിഫ്റ്റി തിരിച്ചു കയറി ഓൾമോസ്റ്റ് ഒരു 30% റിട്ടേൺസ് അവിടെ നിന്നും തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും കുറച്ചും കൂടി വർഷം പിന്നിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറാഖ് കുവൈറ്റ് വാറൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നിഫ്റ്റി ഒന്ന് ക്രാഷ് ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിഫ്റ്റി ക്രാഷ് ചെയ്തതിന് നല്ലപോലെ തിരിച്ചു കയറി നല്ലൊരു റിട്ടേൺസ് തന്നു ആ ലോയിൽ നിന്ന്. ഇനി അതുമാതിരി തന്നെ നമുക്ക് 1987 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, അങ്ങനെ ഇഷ്ടംമാതിരി ഇൻസ്റ്റൻസസ് ഉണ്ട്. ഇത് വാറ് മാത്രമല്ല, യുദ്ധങ്ങളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, യുദ്ധങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ മറ്റ് പാൻഡമിക്കുകളും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസുകളും എല്ലാം ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി എക്കണോമീനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്താണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ യുദ്ധത്തിന് മാത്രം എടുത്തിട്ടല്ല പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസുകൾ, കോൺഫ്ലിക്റ്റുകൾ, വാറുകൾ, പാൻഡമിക്കുകൾ, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കറക്ഷനും അതിനുശേഷം മാർക്കറ്റ് എങ്ങനെയാണ് അതിനുശേഷമുള്ള കുറച്ച് മാസങ്ങൾക്കോ അല്ലെങ്കിൽ വർഷങ്ങൾക്കോ ഉള്ളിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള എന്നുള്ള ഒരു പിക്ചറാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഇപ്പോൾ അത് നോക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പിക്ചർ നിങ്ങൾ പോസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്രൈസിസോ അല്ലെങ്കിൽ വാറോ പാൻഡമിക്കോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനുശേഷം നിഫ്റ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് കറക്റ്റ് ചെയ്തതിനോ അല്ലെങ്കിൽ ക്രാഷ് ചെയ്തതിനോ ശേഷം നല്ല പോലെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ വർഷത്തിനുള്ളിലൊക്കെ നല്ല പോലെ ബൗൺസ് ബാക്ക് ചെയ്ത് നല്ല രീതിയിലുള്ള റിട്ടേൺസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് നമുക്ക് കോമൺ ആയിട്ട് ഈ സിറ്റുവേഷൻസിൽ എല്ലാം കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ റഷ്യ യുക്രൈൻ വാറിന് ശേഷം ഇങ്ങനത്തെ ഒരു സിമിലർ പാറ്റേൺ തന്നെയാണ് വീണ്ടും കാണാനായിട്ട് പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ലോയിൽ നിന്ന് നല്ലപോലെ ഒരു ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ നിഫ്റ്റി തിരിച്ചു കയറും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം അതിനെ സൂചിപ്പിക്കുന്ന എവിഡൻസ് ആണ് നമ്മുടെ പാസ്റ്റ് ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്കലി ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെയാണ് ഇനിയും നടക്കുന്നത്. ഇനി ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിലേക്കും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അല്ലാണ്ട് എല്ലാ വട്ടവും സ്റ്റോക്ക് മാർക്കറ്റിൽ മുമ്പ് നടന്നതിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യമാണ് നടന്നതെന്നുണ്ടെങ്കിൽ ആർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു പ്യുവർ ഗാംബ്ലിംഗ് ആയിട്ടാണ് നമ്മൾ അപ്പോൾ പറയുക. പക്ഷെ അങ്ങനെയല്ല. നല്ലപോലെ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും അറിയുന്ന ഒരു കാര്യമാണിത്. സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പാസ്റ്റിൽ ബിഹേവ് ചെയ്ത്
ഓൾമോസ്റ്റ് അതുമാതിരി തന്നെ, എക്സാക്റ്റ് അല്ല എന്നാലും ഓൾമോസ്റ്റ് ഒരു 80% അല്ലെങ്കിൽ 90% ഒക്കെ മുമ്പ് ബിഹേവ് ചെയ്തിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇനിയും ബിഹേവ് ചെയ്യുന്ന അവർക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാര്യം മനസ്സിലുണ്ടാവും, നമുക്ക് ഈ ഒരു റഷ്യ യുക്രൈൻ വാർ വരുമ്പോഴേക്കും നമ്മൾ പാനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കൂടുതൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന വരെ. അപ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു വേൾഡ് വാർ 3 ഒക്കെ ആയി കഴിയുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുക. അപ്പോൾ അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് മാത്രം നമ്മൾ പാനിക് ചെയ്ത് നമ്മുടെ പോർട്ട്ഫോളിയോ മൊത്തം ലോസിൽ വിറ്റഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കറന്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ വാർ ആണ്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കാം. ഇപ്പം മെയിൻലി എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു വാർ കാരണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നല്ലപോലെ കൂടും. ഇപ്പോൾ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യനെ മോശമായിട്ട് ബാധിക്കും എന്നാണ് കുറേ അധികം ആൾക്കാരുടെ ഒരു കൺസേൺ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ജസ്റ്റ് 2% ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഒരു ചെറിയൊരു നമ്പറാണ്. അപ്പോൾ ബാക്കി എമൗണ്ട് ക്രൂഡ് ഓയിൽ ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഇന്ത്യനെ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ എങ്ങനെ പോയാലും റഷ്യയും യുക്രൈനും തമ്മിലാണ് വാർ, അല്ലാണ്ട് ഇന്ത്യ ഈ വാറിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഒരിക്കലും ഇത് ഇന്ത്യനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല, ഇൻഡയറക്റ്റ്ലിയാണ് ഇന്ത്യനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് വളരെ ചെറിയൊരു എമൗണ്ട് ക്രൂഡ് ഓയിലാണ് ഇന്ത്യ വരുത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യക്ക് മാരകമായൊരു പ്രശ്നം ഈ ഒരു പ്രശ്നം കൊണ്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാർ കാരണം ഗ്ലോബലി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടും. അങ്ങനെ കൂടുമ്പോഴാണ് ഇന്ത്യനെ ഇത് എഫക്റ്റ് ചെയ്യുക. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പെയിൻറ് സെക്ടർ, അതുപോലെ തന്നെ ഓയിൽ കമ്പനീസ്, ഇങ്ങനത്തെ സെക്ടറുകളെയാണ് ഇത് മെയിൻലി എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഈ പെയിൻറ് കമ്പനിയും ഓയിൽ കമ്പനീനൊക്കെ മോശമായി എഫക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിന് ഒരു മറുപുറമുണ്ട്. IT കമ്പനി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഇങ്ങനത്തെ കമ്പനികളെ ഇത് നല്ല രീതിയിലാണ് എഫക്റ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഇത് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ IT കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഇന്ത്യയുടെ പുറത്തേക്ക് കുറേ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, നല്ല എമൗണ്ടിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ റുപ്പി കുറയുമ്പോൾ അവർ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കറൻസിയിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുമ്പോൾ അത് ഇങ്ങനത്തെ കമ്പനികൾക്ക് കൂടുതൽ നല്ലതാണ്. കാരണം പുറത്തുനിന്നുള്ള കറൻസിക്ക് വാല്യൂ കൂടും ഇന്ത്യൻ കറൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ IT ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കൊക്കെ ഇത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു നാണയത്തിന് 2 പുറമുള്ള മാതിരി ഏതൊരു കാര്യത്തിനും പോസിറ്റീവ്സും ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ്സും ഉണ്ട്. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ്സിനെ കണക്കിലെടുത്ത് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനൊരു വാർ നടക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പാനിക് ആവുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിപ്പിൽ കൂടുതൽ ബൈ ചെയ്യാനായിട്ടാണ് ഞാൻ പറയുക. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ പറയുന്നുണ്ടാവും ഡിപ്പ് എവിടെയാണ് തീരുന്നതെന്ന് അറിയില്ല, അറിഞ്ഞെന്നുണ്ടെങ്കിൽ എല്ലാവരും മേടിക്കില്ലേന്ന്. അപ്പോൾ ആ ഒരു കാര്യം ആർക്കും അറിയില്ല. ഇപ്പോൾ വാറൻ ബഫറ്റിനോട് ചോദിച്ചാൽ പോലും അങ്ങേർക്ക് പോലും അറിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ ഡിപ്പിൽ ബൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ എടുക്കണം, അല്ലെങ്കിൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മളിവിടെ എടുക്കണം. അതിനാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റഷ്യ യുക്രൈൻ വാർ നടക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൽ നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ഡിപ്ലോയ് ചെയ്യുക, വീണ്ടും കുറയുമ്പോൾ വീണ്ടും ആവറേജ് ചെയ്ത് അങ്ങനെ പോവുക. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ ഗ്രാജുവലി പീരീഡ് ബൈ പീരീഡ് നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ആർക്കും പറയാൻ പറ്റില്ല നാളെ യുദ്ധം തീരും അപ്പോൾ എല്ലാം കൂടി ഇന്ന് മേടിച്ച് കൂട്ടാം, അങ്ങനെയൊന്നും ആർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. ഇതാണ് നമ്മൾ കോമൺലി ഫോളോ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ഡിപ്പുകളിൽ മേടിച്ച് സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനം ഈ വാറിനൊരു തീരുമാനമൊക്കെ ആവുമ്പോൾ എന്തായാലും തിരിച്ച് നമ്മൾ ഈ പാസ്റ്റ് ഡാറ്റകളിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ നിഫ്റ്റി തിരിച്ച് കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അങ്ങനെയാണ് ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 100 കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതിൽ നിന്നൊരു മാറ്റം പെട്ടെന്ന് ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഒരു ഡെവലപ്പിംഗ് എക്കണോമിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് വലിയ സ്കോപ്പ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ട് ഒരു ലോങ് ടേം വ്യൂവിലേക്ക് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഈ ഷോർട്ട് ടേം വോളറ്റിലിറ്റീനെ എപ്പോഴും നമ്മൾ കണക്കിലെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ നമുക്ക് നേരം കാണും. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ എക്കണോമീനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കി മനസ്സിലാക്കി ഒരു ലോങ് ടേം വ്യൂവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി നല്ല പോലെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീമോണറ്റൈസേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ ചൈന ട്രേഡ് വാർ, അതുപോലെ കോവിഡ് പാൻഡമിക്കും ലോക്ക്ഡൗണും,
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിലാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ എക്കണോമി വളരെ നല്ല റിട്ടേൺസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നിഫ്റ്റി ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ സ്റ്റാഗറിങ് ആയിട്ടുള്ള നല്ല പോലത്തെ റിട്ടേൺസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പാസ്റ്റ് ഡാറ്റയൊക്കെ നമ്മൾ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം ഇത് തന്നെയാണ്. എന്തൊരു പ്രതിസന്ധി വന്നാലും അതിന് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ നിഫ്റ്റി അതിജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറോട് നിങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നല്ലപോലെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.